നമസ്കാരം. അലി ലാരിജാനി കൊല്ലപ്പെട്ടതോടുകൂടി ട്രംപ് ഇതാ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. യുദ്ധം ഇനി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അവസാനിക്കും എന്ന്. അതായത് ട്രംപിന് ബോധ്യമായിട്ടുണ്ട് ഇനി ഇറാനിൽ നിന്ന് തലപൊക്കി വരാനുമായിട്ട് മറ്റൊരു നേതാവില്ല എന്നുള്ള കാര്യം. അത്തരത്തിൽ ഏകദേശം എല്ലാ നേതാക്കന്മാരെയും, വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും തന്നെ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അവരിൽ മുജ്തബ ഖമേനി ഉണ്ടായിരുന്ന മുജ്തബ ഖമേനി ഇപ്പോൾ കോമ സ്റ്റേജിൽ റഷ്യയിലാണ്. ആയത്തുള്ള അലി ഖമേനി എന്ന് കൊല്ലപ്പെട്ടു. അതോടൊപ്പം തന്നെ മുജ്തബ ഖമേനിക്കും വളരെ സാരമായ രീതിയിലുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ടതായിട്ടും അദ്ദേഹം പിന്നീട് കോമ സ്റ്റേജിലേക്ക് മാറിയതിന് ശേഷം പിന്നീട് അദ്ദേഹം പുറം ലോകത്തേക്ക് എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ തന്നെ ഇറാൻ്റെ പ്രതിനിധി എഴുതി അത് വായിക്കുകയായിരുന്നു. അത് തന്നെ എഐയുടെ ഒരു സൃഷ്ടിയാണ് എന്നുള്ളതാണ് പിന്നീട് ബോധ്യമായ വിവരം. അതായത് മുജ്തബ ഖമേനിയും ഏറെക്കുറെ അസ്തമിച്ചു കഴിഞ്ഞു. ഇനി ഭരണത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരുവാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇറാനിൽ ഇപ്പോഴുള്ള ഖമേനിയൻ ഭരണകൂടത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണത് മനസ്സിലാക്കേണ്ടത്. ഇറാനിൽ ഇനിയൊരു മറ്റൊരു ഭരണകൂടം തന്നെ വരേണ്ടിയിരിക്കുന്നു. ഒന്നുകിൽ മുൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ തത്വമയി ന്യൂസിലിൻ്റെ പ്രതിനിധികൾ തന്നെ സംസാരിച്ചതുപോലെ അവിടെ ഒരു കുർദുകളുടെ നേതൃത്വത്തിൽ ഒരു കുർദിസ്ഥാൻ ഇറാനിൽ രൂപപ്പെട്ടു വരേണ്ടിയിരിക്കുന്നു. ഒരു പേർഷ്യൻ സംസ്കാരമൊക്കെ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഒരു കുർദ് രാജ്യം അവിടെ വീണ്ടും ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ റാസ പഹ്ലവിയുടെ നേതൃത്വത്തിൽ ഒരു ഷാ ഭരണകൂടം വരേണ്ടിയിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചില്ലെങ്കിൽ ഇസ്ലാമിക് എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾ ഇറാനിൽ ഭരണം നടത്താനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത്തരത്തിൽ സംഭവിച്ചാൽ ഇറാൻ്റെ ഒരു അന്ത്യം തന്നെയായിരിക്കും. എങ്ങനെയാണോ ലിബിയ, സിറിയ, ഇറാഖ് പോലുള്ള രാജ്യങ്ങളിൽ സംഭവിച്ചത്, അതേ മാതൃകയിൽ ഇറാൻ അസ്തമിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും പിന്നീട് ലോകം കാണുന്നത്. അത്തരമൊരു അവസ്ഥയിലേക്ക് ഇറാൻ എത്തിപ്പെടുന്നത് ഒരു കാരണവശാലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ ലോകരാഷ്ട്രങ്ങൾ ഒത്തൊരുമിച്ച് ചേർന്ന് അവിടെ ഒരു സമാധാന സേന ഉണ്ടാക്കുകയും തീർച്ചയായിട്ടും ഇറാൻ്റെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത തന്നെയുണ്ട്. എന്തായാലും ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സേന തീർച്ചയായിട്ടും ഇറാനിൽ യുദ്ധം അവസാനിപ്പിക്കുകയും അവിടെ മറ്റൊരു സമാധാന സേനയ്ക്ക് രൂപം കൊടുക്കുകയോ റാസ പഹ്ലവിയുടെ നേതൃത്വത്തിൽ ഒരു ഭരണകൂടം അവിടെ വരികയോ ഒക്കെ ചെയ്യും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. എന്തായാലും യുദ്ധം അവസാനിക്കുന്നത് ഒരു സന്തോഷകരമായ കാര്യമാണെങ്കിലും ഇറാൻ തകർന്നു പോയാൽ ആ വിവരം ഒരിക്കലും ലോകത്തിനൊരു നല്ല കാര്യമേ അല്ല. ഇറാൻ്റെ ഏകദേശമുള്ള എല്ലാ എണ്ണ സംഭരണികളും തകർക്കപ്പെട്ടു എന്നതാണ്. ലോകത്തിൻ്റെ ഊർജ ഉത്പാദനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനം പോലെയായിരുന്ന ഇറാൻ ഇനി ഉണ്ടാകുമോ? ഇനി ഏത് തരത്തിലായിരിക്കും ഇറാൻ മുന്നോട്ട് പോകുക എന്നത് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.